ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിയും അതേപോലെ തന്നെ ഈ ആകാശം കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം അതിനിടയിൽ സുമി പറയാണ്, ശരി ഓക്കെ എങ്കിൽ പിന്നെ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആകാശം എന്ന് പെട്ടെന്നൊരവസ്ഥയിലായി പോവുകയാണ്. അയ്യോ, അത് കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കല്യാണം കഴിക്കാൻ പറ്റില്ല? അല്ല, കല്യാണത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം, അതിനുശേഷമേ എന്തെങ്കിലും അഭിപ്രായം പറയാനായിട്ട് പറ്റുള്ളൂ. ശരി ആകാശ് ചിന്തിക്കുക, നന്നായിട്ട് ചിന്തിക്കുക, അതിനുശേഷം എന്നോട് പറഞ്ഞാൽ മതി. എന്താ ഓക്കെ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ സെറ്റിൽ ഇങ്ങനെ കിടക്കുക. ആ സമയത്ത് നമ്മുടെ ആദ്യം ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അതിൽ ആദ്യമൊരു സംശയം, സുമിയെ തന്നെയാണ് വിളിച്ചത്. ഈ മമ്മിയോട് പറഞ്ഞാൽ ഇതൊന്നും വിശ്വസിക്കില്ല. ഈ ആകാശും സുമിയും തമ്മിൽ നല്ല ബന്ധമുണ്ട്, സുമിയെ തന്നെയാണ് വിളിച്ചതെന്ന് എനിക്കിപ്പം തന്നെ മമ്മിയോ തെളിയിക്കണം എന്നും വിചാരിച്ചുകൊണ്ട് നമ്മുടെ ആദി നേരെ ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആകാശ് ഇങ്ങനെ സെറ്റിയിൽ ഇങ്ങനെ കണ്ണടച്ചുകൊണ്ട് കിടക്കുകയാണല്ലോ. ആ സമയത്ത് നമ്മുടെ ആദി ആ ഒരു ഫോൺ എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആകാശ് പെട്ടെന്ന് എണീക്കാം. അപ്പോൾ നമ്മുടെ ആദി പെട്ടെന്ന് പേടിച്ചു പോയി, എൻ്റെ ദൈവമേ ജസ്റ്റ് മിസ്. അങ്ങനെ ആകാശം നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആദ്യം അവിടെ നിൽക്കുന്ന സീനാണ് കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നീ എന്താ ഇവിടെ നിൽക്കുന്നത്, നിനക്ക് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ അങ്കിളെ, ഞാൻ അങ്കിളോട് സോറി പറയാനാ വേണ്ടി വന്നതാ. മമ്മി എന്നോട് പറഞ്ഞു ആകാശ് അങ്കിളോട് പോയി സോറി പറയണമെന്ന്, എല്ലാ ചെയ്ത തെറ്റുകൾക്കും സോറി അങ്കിളെ എന്ന് പറയാം. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യം അവിടെ നിന്ന് ഒറ്റ പോക്ക്. അപ്പോൾ ആകാശിന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്വപ്നത്തെയാണ്. അപ്പോൾ സ്വപ്നത്തിൻ്റെ അടുത്തേക്ക് ഈ രാമൻ ചെല്ലുകയാണ്. അപ്പം എന്തു പറ്റി, കിടക്കുന്നില്ലേ, എവിടെ പോയിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാനന്ന് മഹേഷിനെ കാണാൻ വേണ്ടി പോയതാണ്. എന്നിട്ട് എന്തു പറ്റി, മഹേഷിനെ കാണാനായിട്ട് പറ്റിയില്ലേ? ഇല്ല. അവൾ കഥ കടച്ചായിരുന്നോ? കഥ കടച്ചതൊന്നുമല്ല, പക്ഷേ ഞാൻ ചില കാര്യങ്ങളെല്ലാം കേട്ടു അവിടെ നിന്ന്. അതുകൊണ്ട് എനിക്ക് അവരുടെ മുന്നിലേക്ക് പോകാനായിട്ട് കഴിഞ്ഞില്ല. സ്വപ്നം എന്ത്, എനിക്ക് മനസ്സിലായി, എന്തോ തെറ്റായ കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത്. രാമൻ പറ, എന്താണ് സംഭവിച്ചത്? എന്താണെങ്കിലും എന്നോട് തുറന്ന് പറ രാമ എന്നിങ്ങനെ പറയാം. അത് പിന്നെ വേറൊന്നുമല്ല, ഈ പ്രിയാമണി ആ പഴയ സ്റ്റാൻഡിൽ തന്നെ ഇപ്പോഴും പിടിച്ചു നിൽക്കുകയാണ്. ഇപ്പം മകനൊരു ആക്സിഡൻറ്റ് പറ്റിയല്ലോ, ആ സമയത്തിലും ഇപ്പോൾ ഇഷിതയെക്കുറിച്ചുള്ള ടെൻഷനാണ് പ്രിയാമണിക്കുള്ളത്. ആ ഒരു ഡിവോഴ്സിൻ്റെ കാര്യം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിയാമണി. ഇത് കേട്ട് സ്വപ്നവല്ലി ആകെ ഞെട്ടിപ്പോവാണ്. എന്നിട്ട് എന്താണ് അവിടെ ഉണ്ടായത്? എൻ്റെ മകനെ ഉപേക്ഷിക്കാൻ ഇഷിത തയ്യാറായോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് സ്വപ്നം നമുക്ക് തെറ്റുപറ്റിയത്. കാരണം ഒരിക്കലും ഇഷിത അങ്ങനെ പറയില്ല. അവിടെ പറഞ്ഞത് മഹേഷാണ്. മഹേഷ് ഈ പ്രിയാമണി മകളെ ഉപദേശിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയോ കേട്ടെന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മഹേഷ് അവിടെ പറഞ്ഞു, നിനക്കെന്നെ വേണ്ടെങ്കിൽ ഉപേക്ഷിച്ച് പൊയ്ക്കോളൂ, ഞാൻ എൻ്റെ ജീവിതം നോക്കി എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം, ഞാൻ കാരണം നിൻ്റെ ജീവിതം നശിച്ചു പോകണ്ട എന്നൊക്കെ മഹേഷാണ് അവിടെ പറഞ്ഞത്. എന്നിട്ട് ഇഷിത എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴേക്കും, ഒരിക്കലും സ്വപ്നം നമ്മുടെ മകനെ വിട്ട് ഒരിക്കലും ഇഷിത പോകില്ല എന്നാണ് അവൾ പറഞ്ഞത്. എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മഹേഷിനെ വിട്ട് പോകില്ല എന്ന് തന്നെ അവൾ പറഞ്ഞത്. ആദ്യം എന്താ അവിടെ സംസാരിച്ചതെന്ന് ഞാൻ കേട്ടില്ല. പക്ഷേ എന്തായാലും മഹേഷിന് ഇങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിലും ഇഷിത നമ്മളുടെ കുഞ്ഞിനെ വിട്ട് ഒരിക്കലും പോകില്ല എന്ന് പറയാം. പക്ഷേ പ്രിയാമണി പറഞ്ഞതിനോടും എനിക്ക് എതിർപ്പൊന്നുമില്ല. ഏതൊരമ്മയും അങ്ങനെ ചിന്തിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയ സ്വപ്നം, ഇവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് ആ ടൂർ വരെ പ്ലാൻ ചെയ്തത്. ആദ്യം ടൂറ് പോകാനായിട്ട് ഒരുങ്ങി. അപ്പോൾ ചിപ്പിയുടെ നെറ്റ് പൊട്ടി, അങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഇപ്പോഴേ തലനാരിഴയ്ക്കാണ് നമ്മളുടെ മകൻ പോലും രക്ഷപ്പെട്ടത്. അപ്പോൾ ദൈവം ഇങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ കൽപ്പിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പ്രിയാമണി നോക്കുമ്പോൾ മഹേഷിൻ്റെ ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടി തൻ്റെ മകൾ പോയിരിക്കുന്നു. അത് ഏതെങ്കിലും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? നമ്മുടെ മകൻ്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയാണോ ഇഷിതയെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഇത്രയും നിലയിലാക്കിയത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നം ഇരുന്നിങ്ങനെ കരയാണ്. രാമ, ഇനി എന്ത് ചെയ്യാനാണ് രാമ? നമുക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചെയ്യാൻ പറ്റില്ല, പ്രാർത്ഥിക്കാം, അല്ലാതെ എന്ത് പറയാനാണ്? നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് രാമൻ അവിടെ നിന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്നത്
ആകാശ് നേരെ രചനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ രചന കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ദേ ഞാൻ ആദിയെ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട് ആകാശേ. ഇനി അവൻ യാതൊരു പ്രവൃത്തിയും ചെയ്യില്ല. അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്കിളോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ, ദേ അങ്കിള് പറയുന്നതൊക്കെ അനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞു. ഇനി അവൻ അങ്ങനത്തെ ഒരു പ്രവൃത്തി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും കുറച്ചു മുമ്പ് അവൻ എന്നോട് വന്ന് മാപ്പ് പറഞ്ഞായിരുന്നു, സോറി പറഞ്ഞായിരുന്നു. സത്യമാണ് ആകാശേ, സോറി പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ താനല്ലേ അവനെ പറഞ്ഞു വിട്ടത്? മമ്മി പറഞ്ഞു വിട്ടതെന്നും പറഞ്ഞാണല്ലോ വന്നത്. ശരിയാ, ഞാൻ അവനെ പറഞ്ഞു വിട്ടത്. അവനോട് പറഞ്ഞായിരുന്നു ഏതായാലും അങ്കിളോട് പോയി മോനൊന്ന് സോറി പറഞ്ഞേര്, അങ്കിൾ ക്ഷമിക്കും, സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, അതുകൊണ്ട് പോയി പറഞ്ഞേക്കാൻ. അപ്പം അവൻ പറഞ്ഞല്ലേ, ഞാൻ ഇത്ര പെട്ടെന്ന് അവൻ ആകാശിൻ്റെ അടുത്ത് വന്ന് സോറി പറയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആകാശേ. ഇപ്പം എനിക്ക് വളരെയേറെ സന്തോഷമായി എന്ന രീതിയിൽ അവിടെ പറയാം. ഏതായാലും എനിക്ക് അവൻ പറഞ്ഞതിൽ അത്ര വിശ്വാസമൊന്നുമില്ല. നിന്റെ മകനല്ലേ ആകാശ്, ഇങ്ങനെയൊന്നും പറയരുത്. ആകാശിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്നോ? അവൻ്റെ അച്ഛൻ്റെ അടുത്ത് പോകണമെന്നാ. പിന്നെ അവൻ്റെ ഡാഡിയെയും നിന്നെയും ഒന്നിപ്പിക്കണം, അതാണ് അവൻ്റെ മനസ്സിലിരിപ്പ്. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ ആകാശേ, അവൻ അങ്ങനെ മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിലും എനിക്കിനി മഹേഷിനെ തേടി പോകാനായിട്ട് സാധിക്കോ? അല്ലെങ്കിൽ മഹേഷ് എന്നെ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മഹേഷിനെ ചതിച്ചിട്ട് നിങ്ങളോടൊപ്പം വന്നതാണ് ഞാൻ. അപ്പോൾ എനിക്കിനി മഹേഷിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? സത്യസന്ധമായി മറുപടി പറ. ദേ അവനങ്ങനെ ചിന്തിച്ചാലും എനിക്കിനി അങ്ങനെ ഒരു ജീവിതം കിട്ടോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എന്തിനാ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മഹേഷിൻ്റെ പിന്നാലെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ രചന അവിടെ പെട്ടുപോയി. അപ്പോൾ രചന അവിടെ പറയാണ്, അത് പിന്നെ ദേ ആകാശേ, അതിൽ വേറൊരു കാര്യമുണ്ട്. എനിക്കെൻ്റെ ചിപ്പിമോളെ വേണം. കാരണം പ്രസവിക്കാൻ കഴിയാത്ത ഒരവള് എൻ്റെ കുഞ്ഞിനെ വളർത്തുന്നു. എനിക്കത് സഹിക്കാനായിട്ട് പറ്റുമോ? ഞാൻ നൊന്ത് പ്രസവിച്ച മകളാണ് ചിപ്പി. എനിക്ക് ചിപ്പിയെ വേണം. അതിന് എനിക്ക് മഹേഷിനെ കയ്യിലെടുത്തേ മതിയാവുള്ളൂ. അതിനു വേണ്ടിയാണ് ആദിയെ വെച്ച് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ കുടുംബത്തിൽ കയറി ഓരോ കാര്യങ്ങൾ എനിക്ക് ചെയ്യണം. മഹേഷിനെയും ഇഷിതയെയും എനിക്ക് വേർപിരിക്കണം. അതിനുശേഷം എൻ്റെ മകളെ എനിക്ക് സ്വന്തമാക്കണം. ഇഷിതയും മഹേഷും വേർപിരിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചിപ്പിയെ സ്വന്തമാക്കാമല്ലോ. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത്. ആകാശ് ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവളെന്താ പറയുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി. കാരണം പെട്ടെന്നൊന്നും അങ്ങനെ വിശ്വസിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പം ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കണം. കാരണം ഞാൻ ആകാശിനെ ചതിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ എന്തിനാ ആകാശിനെ ചതിക്കുന്നത്? ഞാനും ആദ്യം ഇപ്പോഴും ഇവിടെ തന്നെയല്ലേ. അവൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. പക്ഷേ എന്ന് വിചാരിച്ച് അവൻ്റെ താളത്തിനൊത്ത് എനിക്ക് തുള്ളാനായിട്ട് പറ്റുമോ ആകാശേ? എനിക്ക് ആകാശ് മാത്രമാണ് എൻ്റെ ജീവൻ എന്നും പറഞ്ഞുകൊണ്ട് ആകാശിൻ്റെ നെഞ്ചത്തോട് ചേർന്ന് ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ രചന അവിടെ ചെയ്യുന്നത്. അപ്പോഴും രചനയ്ക്ക് മഹേഷിനെ സ്വന്തമാക്കണമെന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ ആകാശിന് അത്ര അവളെ വിശ്വാസമൊന്നും പോരാ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദിയേയും കൊണ്ട് ആകാശ് ഒരു പാറയുടെ മുകളിലേക്ക് ഇങ്ങനെ പോവാം. എന്തിനാ അങ്കിളെന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ഞാൻ പുതിയതായിട്ട് മേടിച്ച പ്രോപ്പർട്ടി, അത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. അല്ല, ഇതൊക്കെ എന്നെ കാണിച്ചിട്ട് എന്താ കാര്യം? മമ്മി പറഞ്ഞിട്ടാ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മമ്മി പറഞ്ഞിട്ടോ? ഈ എന്നെ കാണിച്ചുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അല്ല, രചനയും കൂടി അനുഭവിക്കാൻ പോകുന്ന സ്വത്തുക്കളല്ലേ, അപ്പോൾ നീയും കൂടി കണ്ടിരിക്കണമെന്ന് അവളുടെ ആഗ്രഹം, അതുകൊണ്ടാണ് കൊണ്ടുവന്നത്. അങ്കിളെ ഇവിടെയാണോ റിസോർട്ട് പണിയാനായിട്ട് പോകുന്നത്? അതെ, ഇവിടെ തന്നെയാണ് റിസോർട്ട് പണിയാനായിട്ട് പോകുന്നത്. ദേ നീ അങ്ങോട്ടൊന്ന് നോക്കിയേ, അവിടെ ഒരു അരുവിയുണ്ട്. നല്ല അടിപൊളി അരുവിയാണ്. ആണോ അങ്കിളെ? എങ്കിൽ ഞാൻ അരുവിയൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശരി, നീ കണ്ടോ, നീ കാണ്. അങ്ങനെ നമ്മുടെ ആദി പതുക്കെ ആ ഒരു പാറക്കെട്ടിൻ്റെ ആ ഒരു അറ്റത്ത് പോയി നിൽക്കുകയാണ്. അതെ ആദി, കൂടുതൽ അങ്ങോട്ട് അറ്റത്തോട്ട് പോകണ്ട. അവിടെ നിന്ന് വീണ് കഴിഞ്ഞാലേ പൊടി പോലും കിട്ടില്ല. പലവർക്കും അങ്ങനെ അപകടങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് വേണം. ശരി അങ്ങളെ. അതെ, വേറൊരു കാര്യം കൂടി ഉണ്ട്. നീ ഇവിടെ നിന്ന് എന്തൊച്ചത്തിൽ വിളിച്ച് പറഞ്ഞാലും ദേ അതൊക്കെ പോലെ ആയിരിക്കും. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കാണോ എങ്കിൽ നമ്മുടെ ആദ്യം അപ്പോൾ ചിപ്പി എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ വിളിക്കുകയാണ്. ആകാശിന് അത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മമ്മി എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ. അപ്പോൾ തിരിച്ച് ഈ ഒരു റിഫ്ലക്ഷൻ ഇങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് നമ്മുടെ ആദിക്ക്. അപ്പോൾ ആദ്യയുടെ അടുത്തേക്ക് പതിയെ ചെല്ലുക. അപ്പോഴേക്കും ഡാഡി എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ വിളി. അപ്പോൾ ഡാഡിയുടെ ഒരു ഒച്ച കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശ് മേനോന് കാലി വരുന്നുണ്ട്. എടാ ആദി, ഇന്നത്തോടെ നിന്റെ ഏർപ്പാട് തീർന്നു അല്ലേ?
നിന്നെ ഞാൻ കാണിച്ചു തരാടാ, നിന്റെ ജീവിതം അവസാനിച്ചിട. വീണ്ടും ഡാഡി എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ആകാശമേനോൻ ചെവിയിലിട്ട് അങ്ങോട്ട് കൊടയുകയാണ്. നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങളെ. അങ്ങനെ ഈ ആകാശമേനോൻ പതിയെ ബാക്കിലോട്ട് അങ്ങോട്ട് ചെന്നിട്ട് നമ്മുടെ ആദിയെ പിടിച്ച് ആ കൊക്കയിലിട്ട് ഒറ്റ തള്ള്. ആദി ഡാഡി എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തെ വിളിക്കുക. പക്ഷെ അത് നമ്മുടെ ആദിയുടെ സ്വപ്നമായിരുന്നു. ആദ്യ സ്വപ്നത്തിൽ നിന്നും ഡാഡി എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് ചാടി എണീക്കുകയാണ്. ആദിക്കാണെങ്കിൽ ആകെ പേടിയും തോന്നും. ദൈവമേ, ഇനി ആകാശമേനോൻ തന്നെ കൊല്ലോ എന്നുള്ളൊരു പേടി ആദിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ കുതിച്ചു കയർന്ന് വരിക. അങ്ങനെ ആദി നമ്മുടെ ചിപ്പിയെ വിളിക്കുകയാണ്. അപ്പോൾ ചിപ്പിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ ആദ്യേട്ടൻ എന്താ ഇപ്പം വിളിച്ചത്? അത് പിന്നെ അത് ചിപ്പി, ഞാൻ ആകെ പേടിച്ചു പോയി. പേടിക്കാനോ? എന്ത് പേടിക്കാനായിട്ട്? അത് പിന്നെ എനിക്കെന്തെങ്കിലും അപകടം പറ്റുമെന്ന്. എന്താ ആദ്യേട്ടൻ എന്താ പറ്റിയത്? എന്തെങ്കിലും അപകടം പറ്റുമോ? ഇല്ല, ഞാനൊരു പേടിപ്പിക്കുന്ന സ്വപ്നം കണ്ട ചാടി എണീറ്റത്. എന്ത് പേടിപ്പിക്കുന്ന സ്വപ്നമോ ആദ്യേട്ടൻ കണ്ടത്? എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞൂടെ ആദ്യേട്ടാ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഒന്നുമില്ല ചിപ്പി മോളെ, ഞാൻ പേടിപ്പിക്കുന്ന സ്വപ്നം കണ്ടു, അതുകൊണ്ടാണ് ചാടി എണീറ്റ് വന്നത്. എനിക്ക് വല്ലാതെ സങ്കടം വരുന്നു ചിപ്പി മോളെ. എൻ്റെ മമ്മിക്ക് പോലും എന്നെ ഇപ്പോൾ തീരെ ഇഷ്ടമില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അംഗീകരിക്കുന്നില്ല. മമ്മിയുടെ സ്വന്തം കാര്യം മാത്രമാണ് താല്പര്യം. മമ്മിയെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, വേറെ ആരെയും സ്നേഹിക്കുന്നില്ല ചിപ്പി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദ്യേട്ടാ, എന്തിനാ ആദ്യേട്ടാ അവിടെ നിൽക്കുന്നത്? ആദ്യേട്ടൻ ഇങ്ങോട്ട് വരാൻ പാടില്ലേ? ഇവിടെ ആദ്യേട്ടനെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാ. ആദ്യേട്ടനെ വല്ലാതെ ഇഷ്ടം അവിടെ എല്ലാവർക്കും. അപ്പം പിന്നെ ആദ്യേട്ടൻ ഇങ്ങോട്ട് വന്നൂടെ ആദ്യേട്ടാ എന്ന് ചോദിക്കുമ്പോൾ ചിപ്പി, ഇല്ല ചിപ്പി, ഞാൻ വരില്ല. കാരണം മമ്മിയെ വിട്ട് വരാൻ പറ്റില്ലെന്ന് ഞാൻ ചിപ്പിയോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ. അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല ചിപ്പി മോളെ. എന്തിനാ ആദ്യമായിട്ട് ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡാഡിക്ക് എത്രമാത്രം സന്തോഷമാവുമെന്നറിയാവോ? ഇവിടെ ആകാശങ്ങള് എന്താ ആകാശങ്ങള് ആദ്യേട്ടനെ അപായപ്പെടുത്തുമെന്ന് വല്ലതും പറഞ്ഞോ? അപകടപ്പെടുത്തുമെന്ന് പറഞ്ഞോ? നീ അനാവശ്യം ഒന്നും പറയാൻ നിൽക്കണ്ട. ഡാഡി വല്ലത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നവും. പിന്നൊരു കാര്യമുണ്ട്. ഞാൻ ഏതായാലും വിളിച്ച കാര്യം ചിപ്പി ആരോടും തുറന്നു പറയരുത്. ഇഷിതാമ്മയോടും ഡാഡിയോടൊന്നും തുറന്നു പറയരുത്. അവർ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. എന്തിനാണ് അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ടെൻഷൻ വാരിയിടുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാൽ ആദ്യേട്ടൻ ഇങ്ങോട്ട് വന്നൂടെ? ഒരു ദിവസം നിന്ന് നോക്ക് ആദ്യേട്ടാ. പിന്നെ ആദ്യേട്ടന് ഇവിടെ നിന്ന് പോകാനായിട്ട് തോന്നില്ല. ഇവിടെ എല്ലാവർക്കും വളരെ സ്നേഹമാണ്. മമ്മിക്ക് ആദ്യേട്ടനോട് ഒരു സ്നേഹമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതെല്ലാം അഭിനയമാണ് ആദ്യേട്ടാ എന്ന് പറയുമ്പോൾ ചിപ്പി, ഇത്രയും നേരം നിന്നോട് സംസാരിച്ചപ്പോഴേ എൻ്റെ മനസ്സിന് നല്ല ആശ്വാസം തോന്നുന്നു ചിപ്പി. ഇനി നമുക്ക് പിന്നെ സംസാരിക്കാം. ഏതായാലും ഞാൻ വിളിച്ച കാര്യം പറയരുതേ, എനിക്ക് വാക്ക് തരണം. ഇല്ല ആദ്യേട്ടൻ വിളിച്ച കാര്യം ഞാൻ ആരോടും പറയില്ല ആദ്യേട്ടൻ സൂക്ഷിക്കണേ. കുഴപ്പമില്ല ചിപ്പി, ഏതായാലും നീ കിടന്നോ. ഗുഡ് നൈറ്റ് ചിപ്പി എന്ന് പറയാ. ശരി ആദ്യേട്ടാ, ഗുഡ് നൈറ്റ് ആദ്യേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ വെക്കുക. അപ്പം നമ്മുടെ ചിപ്പി ആണെങ്കിൽ, എൻ്റെ ദൈവമേ, ആദ്യേട്ടന് ഒരാപത്തും വരല്ലേ, ആദ്യേട്ടന് ഈ വീട്ടിലേക്ക് വരാനുള്ള മനസ്സുണ്ടാകണമേ എന്ന് നമ്മുടെ ചിപ്പി മോള് പ്രാർത്ഥിക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ ബൈ.